ഹായ് ഓൾ, എജുസ്പെക്ട്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ 4 ക്ലാസ്സുകൾ കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് ടേംസ് ആണ്. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 2, 4, 6, 8 എന്ന് പറഞ്ഞു പോകുന്നതാണ് ഈവൻ നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ്. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പദം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിനെ നമ്മൾ x1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് എഴുതുന്നത് എന്തായിരിക്കും, രണ്ടാമത്തെ ടേമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും, x2 കൊണ്ട്. x2 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ടൈമാണ്. അങ്ങനെ നമ്മൾ എഴുതുന്ന ആ അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതുന്ന ഓരോ നമ്പേഴ്സിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടേം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എഴുതുന്നതിനെ ഫസ്റ്റ് ടൈം എന്ന് പറയും, രണ്ടാമത് എഴുതുന്നതിനെ സെക്കൻഡ് ടൈം എന്ന് പറയും, മൂന്നാമത് എഴുതുന്നതിനെ തേർഡ് ടൈം. അങ്ങനെ ഇപ്പോൾ 5ാമത് എഴുതുന്നതിനെ ഫിഫ്ത്ത് ടൈം എന്ന് പറയും, 10ാമത് എഴുതുന്നതിനെ 10th ടൈം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവസാനം എഴുതുന്നതിനെ, അല്ലെങ്കിൽ എന്നാം പദം എന്ന് പറഞ്ഞാൽ എന്ത് ടൈം എന്ന് പറഞ്ഞാൽ അവസാനം എഴുതുന്ന ടൈമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, xn കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോ ടൈം ഇങ്ങനെ എഴുതിയിട്ട് അവസാനം xn എന്ന് പറഞ്ഞാൽ എന്ത് ടൈം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിലെഴുതുന്ന ഓരോ നമ്പേഴ്സിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊസിഷൻ എന്താണ്, അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം നമ്മൾ ഒന്നാമതായിട്ടല്ലേ എഴുതുന്നത്, അതിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, 2 ആണ്. രണ്ടാമത്തെ പൊസിഷനിൽ ഏതെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്, 4 ആണ്. മൂന്നാമത്തെ പൊസിഷനിൽ എത്രയാണ്, 6 ആണ്. നാലാമത്തെ പൊസിഷനിൽ 8 ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ സീക്വൻസ് എഴുതുമ്പോഴും ഇത് ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയത് കാരണമാണ് ഫസ്റ്റ് പൊസിഷനിൽ 2 വന്നത്. അങ്ങനെ വേറൊരു സീക്വൻസ് എഴുതിയാലും അതിൽ ഏത് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. എക്സാമ്പിളായിട്ട് ഒരു 10, 12, 14 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിലുള്ളതെന്ന് പറയുന്നത് ഏതാണ്, 10 ആണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നതിന് മാറ്റമില്ല, 1, 2, 3, 4 എന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ടൈം എന്ന് പറയുന്നത് ആദ്യം ഏതിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അടുത്ത് പോകുന്നത് സെക്കൻഡ് ടൈമാണ്, അടുത്ത് പോകുന്നത് തേർഡ് ടൈമാണ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കോമൺ ഡിഫറൻസിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, അടുത്തടുത്ത ടൈമുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, കോമൺ ഡിഫറൻസ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ അടുത്തടുത്ത 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്. ഇനി അടുത്തടുത്ത 2 നമ്പേഴ്സ് അല്ല, എന്താണ്, അടുത്തടുത്ത് 2 നമ്പേഴ്സ് അല്ല ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. കോമൺ ഡിഫറൻസിന് നമ്മൾ ഡി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ്. ഓക്കെ, എന്താണ് കോമൺ ഡിഫറൻസ്, ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസിന് 2 ഇക്വേഷൻ പഠിക്കേണ്ടായി. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിനെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈമിനെ മൈനസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്, കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ്. അപ്പോൾ ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടുത്തടുത്ത ടൈമുകളല്ല തന്നിട്ടുള്ളതെങ്കിലാണ് യൂസ് ചെയ്യേണ്ടത്. മറ്റേ ഇക്വേഷൻ എപ്പോഴും യൂസ് ചെയ്യണം, അടുത്തടുത്ത ടൈമുകളാണ് തന്നിട്ടുള്ളതെങ്കിലാണ് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമോ ഏതൊക്കെയാണ് അടുത്തടുത്ത ടൈമുകൾ തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് അടുത്തടുത്ത ടൈമുകളല്ല. ഇപ്പോൾ ഒന്നാമത്തെ ടൈമും 5ാമത്തെ ടൈമുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി ഈക്വൽ ടു ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. 15ാമത്തെ പേജിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, in each of the arithmetic sequences below some of the terms are not written but indicated by 0. find out these numbers. 0 ഇല്ല, അതൊരു എന്താണ്, റൗണ്ടാണ് എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലെ
നമ്പേഴ്സ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള പൊസിഷനിലെ എന്ത് കണ്ടുപിടിക്കുക, ടേംസ് കണ്ടുപിടിക്കുകയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ 2 ടേം എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 24-ന് നമ്മൾ എന്തെന്ന് എഴുതുന്നു, ഫസ്റ്റ് ടേം എന്ന് എഴുതുന്നു. ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, x1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. x1 എത്രയാണെന്ന് പറയുന്നുണ്ട്, 24 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതിന് നമ്മൾ എന്തെന്ന് പറയും, സെക്കൻഡ് ടേം എന്ന് പറയും. സെക്കൻഡ് ടേമിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, x2 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. x2 എത്രയാണ്, 42 ആണ്. ഓക്കെ, അടുത്തടുത്ത ടേമുകളാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. കാരണം അടുത്തടുത്ത ടേമുകളായത് കാരണം. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് d = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയാൻ പറ്റത്തില്ലേ, ഫസ്റ്റ് ടേം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് ടൈം എത്രയാണ്, 42 ആണ്. 42 മൈനസ് 24 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും, 18 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, 18 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത് ഒന്നാമത്തെ ടൈമാണ്, ഇത് രണ്ടാമത്തെ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് എത്രാമത്തെ ടൈമാണ്, മൂന്നാമത്തെ ടൈം. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈമിനെ നമ്മൾ x3 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. x3 എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ടൈം ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം, കോമൺ ഡിഫറൻസും കൂടെ കൂട്ടണം. അപ്പോൾ ഒരു ടൈം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, തൊട്ടടുത്ത ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് ഒരിക്കൽ എന്ത് ചെയ്യുക, കൂട്ടുക. തൊട്ട് മുന്നിലത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തൊട്ട് ശേഷമുള്ള ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് x2 എന്നതാണ് നമുക്കിവിടെ ഉള്ളത്. x2-ൻ്റെ കൂടെ എന്ത് കൂട്ടണം, കോമൺ ഡിഫറൻസ് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ x2 എത്രയാണ്, x2 എന്ന് പറയുന്നത് 42 ആണ്. 42-നോട് കൂടെ കോമൺ ഡിഫറൻസ് ആയ 18 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 60 എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ടൈം എത്രയാണ്, 60 ആണ്. ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, നാലാമത്തെ ടൈമും കൂടെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം ഈക്വൽ ടു x4 ആണ്. x4 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, x3 എന്ന് പറയുന്ന ടൈം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യണം, d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ x3 പ്ലസ് d, x3 എത്രയാണ്, 60 പ്ലസ് കോമൺ ഡിഫറൻസ് 18 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 78 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. സീക്വൻസ് എന്ന് പറയുന്നത് 24, 42, അടുത്ത കിട്ടി 60 ആണ്. പിന്നെ എന്താണ്, 78 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം എന്തുണ്ട്, ഒരു റൗണ്ട് ഉണ്ട്, പിന്നെ 24, 42, പിന്നെയും റൗണ്ട്. ഈ റൗണ്ടിലുള്ളത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൗണ്ട് തന്നിട്ടുള്ളത് ആദ്യം ആണ്, അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് സെക്കൻഡ് ടൈമും തേർഡ് ടൈമുമാണ്. അതുപോലെ ഏത് ടൈമും കണ്ടുപിടിക്കണം, ഫോർത്ത് ടൈമും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളത് സെക്കൻഡ് ടൈം അല്ലേ, സെക്കൻഡ് ടൈം x2 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എത്രയാണ്, 24 ആണ്. തേർഡ് ടൈം ഏതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, x3 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതെത്രയാണ്, 42. ഇവിടെയും നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്ത് കണ്ടുപിടിക്കാൻ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. എന്തുകൊണ്ടാണ്, തന്നിരിക്കുന്ന ടൈമുകൾ അടുത്തടുത്ത ടൈമുകളാണ്. അത് കാരണം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ മതി, d = സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ മതിയാകും. കാരണം അടുത്തടുത്തുള്ള ടൈമുകളായത് കാരണം. ഓർക്കുക, അടുത്തടുത്ത ടൈമുകളാണ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്നോ, അല്ലെങ്കിൽ ഇവിടെ ഏതാണ്, ഇവിടെ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവിടെ എന്താണ്, തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, അതല്ലേ, അതിൽ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എത്രയാണ്, തേർഡ് ടൈം 42 മൈനസ് 24 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്,
18 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് 18 കിട്ടിയാൽ നമുക്ക് ഒന്നാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടൈം. x2ലെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിലത്തെ ടൈം അല്ലേ, പുറകിലത്തെ ടൈം ആയത് കാരണം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, മനസ്സിലാവണുണ്ടോ? സെക്കൻഡ് ടൈമാണ് ഉള്ളത്, അവിടെ നിന്ന് ഫസ്റ്റ് ടൈം, അതായത് പുറകിലത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ശേഷമുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 24 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 18 ആയിരുന്നു. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 18 ആയിരുന്നു. മൈനസ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏത് ടൈമാണ്? ഫോർത്ത് ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർത്ത് ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് x4. അപ്പോൾ x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തേർഡ് ടൈം ഓൾറെഡി ഇല്ലേ, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ x3 പ്ലസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x3 എത്രയാണ്? 42 പ്ലസ് കോമൺ ഡിഫറൻസ് 18 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സീക്വൻസ് ഒന്നാമത്തെ ടൈം ഏതായിരുന്നു? 6 ആയിരുന്നു. രണ്ടാമത്തെ ടൈം 24 ആണ്. മൂന്നാമത്തെ ടൈം 42 ആണ്. നാലാമത്തെ ടൈം 60 ആണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിലാദ്യം 2 റൗണ്ടുകളാണ്, പിന്നെ 24, 42. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നിട്ടില്ല, സെക്കൻഡ് ടൈം തന്നിട്ടില്ല, മൂന്നാമത്തെ ടൈമും നാലാമത്തെ ടൈമുമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം x3 ഈക്വൽ ടു 24 ആണ്. ഫോർത്ത് ടൈം x4 ഈക്വൽ ടു 42 ആണ്. ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഇവിടെ ഏതാണ്? ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം എന്ന് പറയുന്ന ഇക്വേഷനാണ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ d ഈക്വൽ ടു ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം എന്ന് പറയുന്ന ഇക്വേഷനാണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ടൈം എത്രയാണ്? 42. തേർഡ് ടൈം എത്രയാണ്? 24. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ് കിട്ടുന്നത്? 18 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈമുണ്ട്, അവിടെ നിന്ന് രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ മൂന്നാമത്തെ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എത്രാമത്തെ ടൈം കിട്ടും? രണ്ടാമത്തെ ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ x3 എത്രയാണ്? 24 ആണ്. 24ൽ നിന്ന് d 18 മൈനസ് ചെയ്യുക. 18 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈം നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം, മൈനസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഈക്വൽ ടു ഫസ്റ്റ് ടൈം കോമ x1 ഈക്വൽ ടു x2 മൈനസ് ഡി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇവിടെ തേർഡ് ടൈം അല്ലേ, തേർഡ് ടൈമിൽ നിന്ന് ഒരിക്കൽ ഡി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് ടൈം കിട്ടും. 2 പ്രാവശ്യം ഡി കുറച്ചാൽ ഏത് ടൈമിൽ നിന്ന്? തേർഡ് ടൈമിൽ നിന്ന് 2 പ്രാവശ്യം ഡി കുറച്ചാൽ ഏത് ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും? ഫസ്റ്റ് ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, 2 പ്രാവശ്യം തേർഡ് ടൈമിൽ നിന്ന് 2d കുറയ്ക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചതിന് ശേഷം സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരിക്കൽ കൂടെ എന്ത് കുറച്ചാൽ മതി? കോമൺ ഡിഫറൻസ് ആയ ഡി കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 6 മൈനസ് എത്രയാണ് കോമൺ ഡിഫറൻസ്? 18 ആണ്. 18 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 6 എന്ന് പറയുന്നതാണ് പോസിറ്റീവ്, 18 എന്ന് പറയുന്നതാണ് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സംഖ്യയും ഒരു വലിയ സംഖ്യയും, അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് മൈനസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ വലുതിൽ നിന്ന് എന്ത് ചെയ്യുക? ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? -12 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? സീക്വൻസ് എന്ന് പറയുന്നത് -12. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്?
-12 ആണ്. സെക്കൻഡ് ടൈം എത്രയാണ്? 6 ആണ്. തേർഡ് ടൈം എത്രയാണ്? 24 ആണ്. ഫോർത്ത് ടൈം എത്രയാണ്? 42 ആണ്. ഇതാണ് സീക്വൻസ്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. 24 രണ്ടാമതാണ് റൗണ്ട് തന്നിട്ടുള്ളത്, മൂന്നാമത് 42, നാലാമതും എന്ത് ചെയ്തിട്ടുണ്ട്? റൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രാമത്തെ ടൈമാണ്? ഒന്നാമത്തെ ടൈമാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ടൈമും ഇത് മൂന്നാമത്തെ ടൈമുമാണ് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാനുള്ളത് സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളത് എഴുതാം. ഫസ്റ്റ് ടൈം കോമ x1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. x1 എത്രയാണ്? 24 ആണ്. ഇത് എത്രാമത്തെ ടൈമാണ്? ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈമാണ് തന്നിട്ടുള്ളത്. തേർഡ് ടൈമിന് നമ്മൾ x3 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. x3 എത്രയാണ്? 42 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 24 ഒന്നാമത്തെ പൊസിഷനിലും 42 മൂന്നാമത്തെ പൊസിഷനിലുമാണ്. അടുത്തടുത്ത നമ്പേഴ്സ് അല്ല തന്നിട്ടുള്ളത്. എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതായിരുന്നു? d ഈക്വൽ ടു കോമൺ ഡിഫറൻസ്, d ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തടുത്ത സംഖ്യകളല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന സംഖ്യകളായാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? ടേം എന്ന് പറയാറുള്ളത്. അപ്പോൾ ടേം ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് വേണം, എന്ന് വെച്ചാൽ മൂന്നാമത്തെ പൊസിഷനിൽ എഴുതിയിരിക്കുന്നതാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 42 മൈനസ്, അതായത് മൂന്നാമത്തെ പൊസിഷനാണ് വലുത് കേട്ടോ. ചിലപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഒന്നാമത്തെ പൊസിഷനിലേക്കാളും സംഖ്യകൾ ചെറുതായിരിക്കാം. അങ്ങനെ വരുന്ന കണ്ടീഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് പൊസിഷനാണോ വലുത് അതിലെ ടേമാണ് ആദ്യം എഴുതേണ്ടത്. അതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ വലിയ പൊസിഷൻ ഏതെന്ന് ആദ്യം നോക്കുക കേട്ടോ. അപ്പോൾ വലിയ പൊസിഷനിലെ ടേമിൽ നിന്ന് ചെറിയ പൊസിഷനിലെ ടേം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ പൊസിഷൻ അപ്പോഴും വലുതിൽ നിന്ന് എന്ത് ചെയ്യുക? ചെറുത് മൈനസ് ചെയ്യുക. 3 മൈനസ് 1. 42 മൈനസ് 24 എത്രയായിരുന്നു? 18 ആയിരുന്നു. 18 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? ആൻസർ എന്ന് പറയുന്നത് 9. നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 9 കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ട്, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം x2 ഈക്വൽ ടു x1ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയ d എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x1 എത്രയായിരുന്നു? 24 ആയിരുന്നു. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ എത്ര ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 33 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു? കോമൺ ഡിഫറൻസ് ആയ 9 ആഡ് ചെയ്തു. ഇനി ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തേർഡ് ടൈം ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആയ d ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം ഈക്വൽ ടു ടൈം x4 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. x4 ഈക്വൽ ടു x3 പ്ലസ് കോമൺ ഡിഫറൻസ് ആയ d എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 42 പ്ലസ് അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 51 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം എത്രയാണ്? 24 ആണ്. അടുത്ത് നമുക്ക് എത്ര കിട്ടി? 33 എന്ന് കിട്ടി. അടുത്തത് എത്രയാണ്? 42 ആണ്. അവസാനം 51 എന്ന് പറഞ്ഞ് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ആദ്യമാണ് റൗണ്ട്, പിന്നെ 24, പിന്നെ റൗണ്ട് 42 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിട്ടുള്ളത് രണ്ടാമത്തെ ടൈമും തന്നിട്ടുണ്ട്, നാലാമത്തെ ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒന്നാമത്തെ ടൈമും മൂന്നാമത്തെ ടൈമും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളത് എഴുതാം. സെക്കൻഡ് ടൈം കോമ x2 എത്രയെന്ന് തന്നിട്ടുണ്ട്? 24 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം x4 ഈക്വൽ ടു
എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 42 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് ഏത് യൂസ് ചെയ്യും? ഇതും അടുത്തടുത്ത ടേമുകളല്ല തന്നിട്ടുള്ളത്. അത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിനകത്ത് അടുത്തടുത്തല്ലാത്ത ടേമുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ടേം ഡിഫറൻസ് എത്രയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പൊസിഷനിലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. 42, ഇവിടെയും 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ 42 മൈനസ് 24 എന്ന് പറയുന്നത് 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അവിടെയും നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? 9 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അടുത്തടുത്ത ടേമുകൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഓൾറെഡി ഇവിടെ എത്രാമത്തെ ടേമുണ്ട്? രണ്ടാമത്തെ ടേമുണ്ട്. അവിടെ നിന്ന് ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. സെക്കൻഡ് ടൈം എത്രയായിരുന്നു? 24. 24ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 9 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് നമുക്ക് 9 ആണ് കിട്ടിയത്. 9 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകിൽ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ ഫോർത്ത് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലും നമുക്ക് ഏത് ടൈം കിട്ടും? തേർഡ് ടൈം കിട്ടും. സെക്കൻഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്ത് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലും നമുക്ക് ഏത് ടൈം കിട്ടും? തേർഡ് ടൈം കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ സെക്കൻഡ് ടൈമിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം ഈക്വൽ ടു തേർഡ് ടൈം x3 ഈക്വൽ ടു x3ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആയ ഡി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ x2 എത്രയായിരുന്നു? 24 പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 33 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? 15 ആണ്. സെക്കൻഡ് ടൈം 24 ആണ്. തേർഡ് ടൈം 33 ആണ്. ഫോർത്ത് ടൈം എത്രയാണ്? 42 എന്ന് പറയുന്നതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് ആദ്യം 24 തന്നിട്ടുണ്ട്, പിന്നെ 2 റൗണ്ടുകൾ അടുത്തത് തന്നിട്ടുണ്ട്. നാലാമത്തെ പൊസിഷനിലെ 42 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലെ 24 ആണ്. സെക്കൻഡും തേർഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് ടൈം x1 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതുപോലെ എത്രാമത്തെ ടൈമാണ് തന്നിട്ടുള്ളത്? നാലാമത്തെ ടൈമാണ്. ഫോർത്ത് ടൈം x4 ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 42 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ഇക്വേഷനാണ്? അടുത്തടുത്ത ടേമുകൾ അല്ലാത്തത് കാരണം കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടൈം ഡിഫറൻസ്, അപ്പോൾ വലിയ ടൈം ഏതാണ്? ഫോർത്ത് പൊസിഷനിലുള്ളതാണ് വലിയ ടൈം. അതാണെങ്കിൽ 42 ആണ്. മൈനസ് ഫസ്റ്റ് പൊസിഷനിലുള്ളത് എത്രയാണ്? 24 ആണ്. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഏതാണ്? 4ഉം 1ഉമാണ് പൊസിഷനുകൾ. അപ്പോൾ അങ്ങനെ എഴുതണം 4 മൈനസ് 1 എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 എന്ന്. 18 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എത്രയാണ്? 3 ആണ്. ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 ആണ് കിട്ടിയത്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ട്, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം കൂട്ടുക,
സെക്കൻഡ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം x2 ഈക്വൽ ടു x1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x1 എന്ന് പറയുന്നത് എത്രയാണ്? x1 എന്ന് പറയുന്നത് 24 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടൈം കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ടൈം കിട്ടിയാൽ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയും എന്താ ആഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. തേർഡ് ടൈം x3 ഈക്വൽ ടു x2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. നമുക്ക് x2 എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? x2 എന്ന് പറയുന്നതാണ് 30. 30യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? തേർഡ് ടൈം എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? ഫസ്റ്റ് ടൈം 24 ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ടൈം എത്ര കിട്ടി? 30 കിട്ടി. തേർഡ് ടൈം 36 കിട്ടി. ഫോർത്ത് ടൈം എത്രയാണ്? 42 എന്ന്. ഇങ്ങനെ പറയുന്ന സീക്വൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.